കീരനല്ലൂർ പാറയിൽ VCBന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ചെറിയ സാങ്കേതിക ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഇറിഗേഷൻ വകുപ്പ് ഇവിടെ വന്നിട്ട് പരിശോധന നടത്തിയത് ഇവിടെയുള്ള നിലവിലുള്ള ഫൈബർ ഷട്ടറുകൾ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഇവിടെ, അല്ലേ? അതെ. ഇവര് കടലുണ്ടി പുഴയുടെ ഒരു ഭാഗം കടലില് ചേരുന്ന ഒരു തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ എല്ലാ വർഷവും സാധാരണ ഇവിടെ സംഭവിച്ചിരുന്നത് വേനൽക്കാലങ്ങളിൽ വേലിയേറ്റ സമയത്ത് കടലിൽ നിന്ന് ഉപ്പുവെള്ളം പുഴയിലേക്ക് കയറുന്നു. ഈ പുഴയിലേക്ക് കയറുന്ന വെള്ളം കൃഷിയിടങ്ങളിൽ അതുപോലെ കുടിവെള്ള പദ്ധതികൾ ഈ 2 സംവിധാനങ്ങളെയും തകരാറാക്കും, ദോഷമായിരിക്കും. അതുപോലെ പല പഞ്ചായത്തുകളിൽ നന്നമ്പ്ര, തിരൂരങ്ങാടി, മൂന്നീര്, വള്ളിക്കുന്ന് പോലുള്ള പരപ്പനങ്ങാടി പോലുള്ള സ്ഥലങ്ങളിലുള്ള കുടിവെള്ള പദ്ധതികൾ ഇവിടേക്കും ഈ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം യും ഇവിടുത്തെ ജനപ്രതിനിധികളുടെ MLA, ഇറിഗേഷന്റെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ സന്ദർശിച്ചു. ഇതിന്റെ ടെക്നിക്കൽ വിഭാഗം ഒന്ന് സന്ദർശിച്ചു. അവർ ഈ ചോർച്ച അന്ന് സ്ഥിരീകരിച്ചതാണ് 2024. യഥാർത്ഥം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ പെട്ടതാണ് അവനവന്റെ കുടിവെള്ളം. ആദ്യത്തെ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു സംവിധാനങ്ങളും ഇല്ലാതെ ഏകദേശം 100-100 ജില്ല ആൾക്കാർ ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പൊ അത്രയും വലിയ ഒരു സാധ്യതകളുള്ള ഈ ഒരു പ്രദേശത്തിന് ഭരണകൂടവും ഇനി പ്രത്യേകിച്ച് ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ ഒരു ഗവൺമെന്റിനെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് തിരൂരങ്ങാടി പോലത്തെ ഒരു പ്രദേശത്ത് ഇത്തരം ഒരു പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഭരണകൂടം ഇത് ശ്രദ്ധിക്കും എന്നുള്ളതും ഇനി വരുന്ന MLAയും അതുപോലെ തന്നെ സർക്കാരും ഇതിനെ മുഖവിലക്ക് എടുക്കും എന്ന് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്, അല്ലേ? ഒക്കെ നിർത്തി, അതായത് ലീക്ക് നിർത്തിയിട്ട് ഇപ്പൊ ഉള്ളത് ഫൈബറാണ്. അതെ, ഫൈബറാണ്. ഈ ഫൈബർ ഇരുമ്പാക്കി ഷട്ടർ ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെ. ഇതാക്കി ഇടമയ നമുക്ക് നല്ല കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ആ ക്ഷീണം അറിയാതെ പോയത്. അഥവാ ഇടമയ ഞങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷിയൊക്കെ നശിച്ചു പോയി, അല്ലേ? വെള്ളമില്ലാത്ത പ്രശ്നമായിട്ടും കുടിവെള്ള പ്രശ്നങ്ങളായിട്ടും നമുക്ക് വന്നിരിക്കും. പ്രശ്നങ്ങൾ വരുന്നത് വെഞ്ചാലി, പിന്നെ കൊടിഞ്ഞി, നെന്നമ്പ്ര ഈ ഭാഗങ്ങളിലുള്ള എല്ലാ കർഷകർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇതുകൊണ്ട് അവർക്കാണ് ഈ മോരിക്കാപ്പുകാർക്കാണ് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. പുഞ്ചപ്പാടത്ത് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങള് നെല്ല് കൃഷി ഇറക്കാൻ വൈകുക എന്നുള്ളത്. അപ്പോൾ മഴക്കാലം കഴിഞ്ഞാല് വെള്ളം സമയത്തിന് ഇറങ്ങി പോകാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃഷി ഇറക്കാൻ വൈകാണ്. അപ്പൊ തോടുകൾ മര്യാദക്ക് നവീകരിക്കുകയാണെങ്കിൽ വെള്ളം നേരത്തെ ഇറങ്ങി പോകാനും നേരത്തെ തന്നെ അവർക്ക് കുണ്ടൂര് ഭാഗത്തേക്ക് മാത്രമായിട്ടൊരു എക്സ്പ്രസ് കനാലാണ് കൊണ്ടുവരുന്നത്. നേരെ കൊണ്ടുവരിക. ഇവിടുന്ന് ഓവുകളൊന്നുമില്ല. നേരെ ആ വെഞ്ചാലി പമ്പോസ്, ചോർപ്പട്ടി പമ്പോസ് മുതലേ വെഞ്ചാലി പമ്പോസ് വരെയാണ് ഇപ്പൊ നിലവിലുള്ള പരിമിതാണ്. അപ്പൊ ആ വെള്ളം അവിടെയുള്ള നാട്ടുകാർ ഇപ്പൊ തന്നെ പറയണ്ട് പമ്പിങ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കൂല നാട്ടുകാർ പറയണ്ടേ. അപ്പൊ അതിന് ശാശ്വത പരിഹാരം കിട്ടണമെന്നെങ്കിൽ തോട് നവീകരിച്ച് സ്റ്റോറേജ് വർദ്ധിപ്പിക്കണം വെള്ളത്തിന്റെ. വെഞ്ചാലിനെ ഒരു സ്വഭാവം വെച്ചാൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏക്കർ കണക്കിന് നെൽകൃഷി നടക്കുന്ന വലിയൊരു പാടശേഖരമാണ്. തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റിയിലും നന്നമ്പ്ര പഞ്ചായത്തിലുമായിട്ട് പരന്നു കിടക്കുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ജലസേചന മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തോടുകളാണ്. വെഞ്ചാലി തോട്, കുണ്ടൂർ തോട് പോലത്തെ തോടുകൾ. അതുപോലെ വെഞ്ചാലി കാപ്പ് ഇവിടെ ഉണ്ട്, വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള. ഒരു മെക്കാനിക്കൽ ഷട്ടർ അവിടെ വേണമെന്നാണ് ഇവിടുത്തെ കർഷകരുടെ പ്രധാന ആവശ്യം. അതിന് കാരണം ഇവിടെയുള്ള അധികമുള്ള വെള്ളം പല സ്ഥലത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം പുഴയിലേക്ക് ഒഴുക്കി വിടാനും ഇതേ VCB ആണ് ഉപയോഗിക്കുന്നത്. വേനലിൽ വെള്ളം തടഞ്ഞു നിർത്താനും ആവശ്യമുള്ളതാണ്. അങ്ങനെ ഒരു 2 പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. ഇതിനൊക്കെ ഈ ഒരു താൽക്കാലിക ഷട്ടർ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് അത്രയും സാങ്കേതിക വിദ്യ വളർന്ന കാലമുള്ള അത്തരം സംവിധാനങ്ങളൊന്നും ഈ വെഞ്ചാലി പാടശേഖരത്തിൽ വന്നിട്ടില്ല. ഇവിടുത്തെ കൃഷിക്ക് അത്രക്കും സഹായമാവും. ഒപ്പം ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പരിസരങ്ങളിലൊക്കെ ജലം സംഭരിക്കാനും മറ്റുള്ള സംവിധാനവും അതുകൊണ്ട് സാധിക്കും. ഈ ഉപ്പുവെള്ളം പെട്ടെന്ന് ലീക്ക് ഉള്ളത് അവിടേക്കാണ് പെട്ടെന്ന് അടിച്ചു കയറുക. ഇരുത്തുള്ള അതായത് ലീക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടതെന്ന് ഈ ഫൈബർ ഷട്ടറുകൾ മാറ്റിയിട്ട് മെക്കാനിക്കലായിട്ട് മെറ്റൽ ഷട്ടറുകൾ വന്നാൽ മതി. അതെ, വളരെ ചെറിയ സംഗതിയാണ്. ശരി. അതുകൊണ്ട് ഒരു പ്രദേശത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കർഷക പ്രശ്നങ്ങളും പരിഹാരമാവും. അതെ. അപ്പം അത് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു അശ്രദ്ധയാണോ ഇനി സാങ്കേതിക തടസ്സങ്ങളാണോ എന്താണുള്ളത് നമുക്കറിയില്ല. ഏതായാലും അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ നിരന്തരമായിട്ടുള്ള അപേക്ഷ, അല്ലേ?